മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന മത്സരങ്ങളുടെ ലോകത്തിലാണ്. ഇവിടെ മത്സരമാണ്. കൈ ചുരുട്ടി കാലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമ്മയോട് മത്സരിക്കുവാൻ ഈ ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ പിറവി മുതൽ അവസാനം 6 അടി മണ്ണിന്റെ കുഴിക്കകത്തേക്ക് മണ്ണ് വാരി എറിയാൻ കൂടി വന്നവരുടെ മത്സരം, ഫോട്ടോഗ്രാഫി നടക്കുന്നതിനിടയിൽ മരിച്ചുപോയ ശവശരീരത്തെ ചുംബിക്കാൻ വേണ്ടിയുള്ള ആൾക്കാരുടെ മത്സരം അവിടെ കൊണ്ട് തീർന്നില്ല. ഫ്യൂണറൽ സർവീസിൽ അനുശോചന പ്രസംഗം പറയുവാൻ മരിച്ചു കിടക്കുന്ന മനുഷ്യനുമായി പുലബന്ധം പോലുമില്ലാത്ത ഗീർവാണങ്ങൾ തകർക്കുന്ന മത്സരങ്ങൾ. എന്തിനേറെ പരിണാമവാദിയും ഈശ്വര വിശ്വാസിയും തമ്മിലുള്ള മത്സരം. പിന്നെ ഇതിനിടയ്ക്ക് ഓട്ട മത്സരവും ചാട്ട മത്സരവും, ആമേൻ, എന്ന് വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന റെസ്ലിംഗ്, ഗുസ്തി മത്സരവും, പിന്നെ രാഷ്ട്രീയ, ജാതീയ, വംശീയ വോട്ട് ബാങ്കുകളിലേക്ക് കണ്ണും നട്ടുകൊണ്ട് പരസ്പരം ചെരിവാരി എറിഞ്ഞ് ഇവിടെ മീഡിയയ്ക്കകത്തുകൂടി ജയിക്കാനുള്ള വലിയ ഓട്ട മത്സരം. ഇവിടെയെല്ലാം തകർക്കപ്പെടുന്നത് നമ്മുടെ സംസ്കാരമാണ്. ഇവിടെയെല്ലാം തകർക്കപ്പെടുന്നത് മനുഷ്യൻ്റെ മൂല്യങ്ങളാണ്. ഇവിടെയെല്ലാം തകർക്കപ്പെടുന്നത് ബന്ധങ്ങളാണ്. എവിടെയാണ് മത്സരം? കുടുംബത്തിനകത്ത് മത്സരമല്ലേ? അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ നല്ലൊരു ബന്ധം ലഭിക്കാനുള്ള മത്സരം, സ്ത്രീധനം കൂടുതൽ കിട്ടാനുള്ള മത്സരം. ഒരു മത്സരത്തിന്റെ കളത്തിനകത്തായി ഇവിടെ മനുഷ്യൻ നിൽക്കുന്നത്. ഞാൻ എവിടെയോ വായിച്ച ഒരു കൊച്ചു കഥ ഇതിന്റെ കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളുടെ ഓട്ട മത്സരം നടക്കുക. ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളുടെ ഓട്ട മത്സരം. ഓരോ ട്രാക്കിൽ കൂടി ഈ കുട്ടികൾ ഓടുന്നു. അവർക്ക് വളർച്ച, തലച്ചോറിന് വളർച്ച, പ്രായത്തിനനുസരിച്ച് വളർച്ചയുള്ളവരല്ല. ബുദ്ധിമാന്യം എന്ന വാക്കിൽ നിന്നറിയാം. ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു കുട്ടി താഴെ വീണു. അപ്പോൾ ഏറ്റവും മുൻപിൽ ഓടിയ കുട്ടി തിരിച്ചോടി വന്ന്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വീണ കുട്ടിയെ താങ്ങി എഴുന്നേൽപ്പിച്ച് മണ്ണൊക്കെ തുടച്ച് തൻ്റെ കൂടെ ഓടി വരാൻ പറഞ്ഞ് വീണ്ടും ആ കുട്ടിയെ ഓടിപ്പിക്കുക. നിങ്ങൾ നോക്കിയേ, ബുദ്ധിയുള്ളവർ, തൻ്റെ കൂടെ ഓടുന്നവർ താഴെ വീഴുമ്പോൾ എങ്ങനെയെങ്കിലും ഫിനിഷ് പോയിന്റിൽ എത്താൻ വേണ്ടി ആർത്തിയോടെ ഓടുമ്പോൾ, ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടി കൂടെ വീണ ആളിനെ എഴുന്നേൽപ്പിച്ച് മണ്ണ് തുടച്ച് കൂടെ ഓടിപ്പിക്കുന്ന, അത് നമ്മുടെ ഹൃദയത്തെ ഒന്ന് തൊടട്ടെ. ഇവിടെ ഒരാൾ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ തോൽക്കുന്നത് സ്വന്തം സഹോദരനാണെന്ന് മറന്നു പോകരുത്. പഠിക്കാൻ വേണ്ടിയുള്ള മത്സരത്തിനിടയിൽ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന തോൽവി, ആ പരാജയം, അത് നിമിത്തമുണ്ടാകുന്ന ആത്മഹത്യകളും മാനസിക പ്രശ്നങ്ങളുമൊക്കെ, അതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്നില്ലെങ്കിൽ ഒരു നല്ല മനുഷ്യന്റെ മൂല്യം നമ്മളിൽ നഷ്ടപ്പെടുകയല്ലേ? നമ്മളൊരു സ്കൂളിൽ തീ പിടിച്ചാൽ നമ്മളവിടെ ചെന്ന് നമ്മുടെ കുട്ടിയെ മാത്രം ഒരു പൊള്ളൽ മേൽക്കാതെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മനോഭാവം, അതിൻ്റെ മാറ്റം വരണം. എൻ്റെ കുട്ടിക്ക് മാത്രം മാർക്ക് കിട്ടണം, എൻ്റെ കുട്ടി മാത്രം ജയിക്കണം, ആ മനോഭാവത്തിന് മാറ്റം വരണം. ഞാനായിരിക്കണം എല്ലാത്തിൻ്റെ മുൻപന്തിയിൽ, ആ മനോഭാവത്തിന് മാറ്റം വരണം. ഞാനൊരു സ്പോർട്സിലേക്ക് മാത്രമല്ല വിരൽ ചൂണ്ടുന്നത്. ജീവിതത്തിൻ്റെ നാനാ തുറകളിലും നമ്മുടെ മനസ്സിനകത്തെ ആ മാത്സര്യ ബുദ്ധി, വിശുദ്ധ ബൈബിൾ പറയുന്നു, മത്സരം, മാത്സര്യ ബുദ്ധി, അത് ഒരു ആഭിചാരത്തെക്കാൾ ദോഷം ചെയ്യുന്നത്. നമുക്ക് തോറ്റാലും ജയിച്ചാലും നമ്മുടെ വ്യക്തിത്വത്തിൽ മറ്റുള്ളവർക്ക്
ദോഷമാകാത്ത നല്ല വാക്കുകൾ കൊണ്ട് അവരെ ബലപ്പെടുത്തുകയും എനിക്ക് സംഭവിക്കുന്ന തോൽവി നാളെ വരാൻ പോകുന്ന ജയത്തിൻ്റെ മുന്നോടിയാണെന്നുള്ള ആ നല്ല പ്രത്യാശയോടെ മുൻപോട്ട് പോവുകയും ചെയ്യാൻ കഴിയുന്ന, നോക്ക്, എല്ലാ സമൂഹത്തിൻ്റെ മുമ്പിൽ, എല്ലാ കോടതികളുടെ മുമ്പിൽ ഒരു കുറ്റവാളിയെ പോലെ പീലാത്തോസിന്റെ ഗബത എന്ന കൽത്തളത്തിലും എല്ലാവരും തോൽപ്പിച്ച് കളഞ്ഞൊരു വ്യക്തിയെ പോലെ നിന്ന് ക്രിസ്തുവിനെ നിങ്ങൾ ഒരു നിമിഷവും നോക്കി. പക്ഷേ മരണത്തെ പോലും ക്രിസ്തു ജയിച്ചു. ഞാൻ നിങ്ങളോടും പറയുന്നു, ആരെയും തോൽപ്പിക്കണ്ട. നിങ്ങളെ ആരെങ്കിലും തോൽപ്പിച്ചാൽ അവരോട് പരിഭവം വേണ്ട. അവരെ തിരിച്ചു തോൽപ്പിക്കാൻ മത്സരിക്കണ്ട. ഒടുവിൽ അന്തിമ ജയം നിങ്ങൾക്കായിരിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യണം. ദൈവത്തോട് കൂടെ നിൽക്ക്. തോൽപ്പിക്കുന്നവർ തോൽപ്പിക്കട്ടെ. ദൈവത്താൽ നമുക്കൊരു ജയമുണ്ട്. God bless you. God bless you.